ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ പ്രാർത്ഥന തടസ്സപ്പെടാതിരിപ്പാൻ. 1 പത്രോസ് 3-7-8 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്തെ അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിപ്പീൻ. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ മറുപടി ലഭിക്കാതിരിക്കുന്നതിൻ്റെ കാരണം പല ദമ്പതികളും മനസ്സിലാക്കുന്നില്ല. ദമ്പതികൾ ഐക്യമത്യത്തോടെ ഒരു മനസ്സുള്ളവരായി ജീവിക്കാതിരുന്നാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാകും എന്നീ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. വചനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നതോറും പിന്നീട് കൂടെ കലഹവും വഴക്കും വാഗ്വാദവും ഉണ്ടാക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഐക്യമത്യത്തോടുകൂടി ഏകാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കാത്തതിനാൽ ആ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥന നടക്കുന്നില്ല. അങ്ങനെയുള്ളവർ ഞാൻ തനിയെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞേക്കാം, എന്നാൽ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തത്തില്ല. ഭാര്യ ഭർത്താക്കന്മാർക്ക് എങ്ങനെ ഐക്യമായി ഇരിക്കാൻ പറ്റും? എല്ലാവരും നമ്മൾ വായിച്ചതുപോലെ ഐക്യമത്യവും സഹതാപവും സഹോദരപ്രതിയും ഉള്ളവരായിരിക്കും. അതെ, അതാണ് അതിൻ്റെ രഹസ്യം. ഭാര്യയോ ഭർത്താവോ സ്വഭാവത്തിൽ സമ്പൂർണരായിരിക്കും എന്ന് ചിന്തിക്കുന്ന ദമ്പതികൾക്കൊരിക്കലും ഐക്യമായിരിക്കാൻ കഴിയത്തില്ല. ഭാര്യ തൻ്റെ ഭർത്താവിൽ അനേകം തോൽവികളും കുറ്റങ്ങളും കണ്ടേക്കാം, ഭർത്താവും തൻ്റെ ഭാര്യയിൽ അനേകം കുറ്റങ്ങൾ കണ്ടേക്കാം. എന്നാൽ അവർ തമ്മിൽ വിട്ടുവീഴ്ച മനോഭാവമുള്ളവരായിരുന്നാൽ മാത്രമേ അവർക്ക് ഐക്യമത്യമുള്ളവരായിരിക്കാൻ കഴിയത്തുള്ളൂ. സഹതാപം എന്നാൽ എന്താണ്? നമ്മൾ വായിച്ച വാക്യത്തിൽ ഒരാൾ മറ്റൊരാളിൻ്റെ സ്വഭാവത്തിൽ കാണുന്ന ബലഹീനമായ ഭാഗങ്ങൾ, പ്രശ്നങ്ങൾ, തോൽവികൾ, കുറവുകൾ എന്നിവയെക്കുറിച്ചുള്ള മനസ്സലിവാണ് സഹതാപം. സഹതാപം തോന്നേണ്ടതിന് പകരം അവരുടെ തോൽവികളെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്ന മനോഭാവം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയോട് ഐക്യമായിരിക്കാനും കഴിയത്തില്ല. ഐക്യതയില്ലാതിരിക്കുന്നിടത്തോളം നിങ്ങളുടെ പ്രാർത്ഥന തടസ്സപ്പെടും. ഈ തത്വം വിവാഹ ജീവിതം ചെയ്യുന്നവർക്കും മറ്റുള്ളവർക്കും എല്ലാം ബാധകമാണ്. ദൈവമക്കളെ, നിങ്ങളുടെ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്നത് ഒരുപക്ഷെ മറ്റുള്ളവരോട് ഐക്യമില്ലാതിരിക്കുന്നതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് സ്തോത്രം. അതുകൊണ്ട് ഈ വചനപ്രകാരം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനായിട്ട് അത് നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.